കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബോഡി ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സ് വെച്ചിട്ട് സ്റ്റൗവിൻ്റെ അടുത്തിരിക്കുക. അതായിരിക്കും നല്ലത്. ആൻഡ് പുള്ളി പറഞ്ഞ പോലെ. സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് പുഷ് ഡേ ആണ് ഫോർ മീ. മൺഡേ ആക്ച്വലി യൂണിവേഴ്സൽ പുഷ് ഡേ ആണെന്നാണ് എല്ലാ ജിമ്മിൽ പോകുന്ന എല്ലാ വർക്കൗട്ട് ചെയ്യുന്ന ബ്രദേഴ്സ് പറയുന്നത്. ഐ ഡോണ്ട് നോ, മേ ബി ആയിരിക്കാം, മേ ബി അല്ലായിരിക്കാം. പക്ഷേ എനിക്ക് നോർമലി ഞാൻ ഈ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന അനുസരിച്ച് മിക്കവാറും മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും എൻ്റെ പുഷ് ഡേ വരുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പുഷ് ഡേ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻസ് ഓഫ് പുഷപ്സ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. നോർമൽ പുഷപ്സ് കുറച്ച് ചെയ്യും, പിന്നെ ഡയമണ്ട് പുഷപ്സ് ചെയ്യും, പിന്നെ ആർസെറ്റ് പുഷപ്സ് ചെയ്യും, അങ്ങനെ പല പല വേരിയേഷൻസ്. അപ്പോൾ അതിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുമായിരുന്നു ഞാനിപ്പം. അപ്പോൾ വൈ നോട്ട് ഷൂട്ട് ഇറ്റ് ഫോർ യു ഗൈസ് എന്ന് ഞാൻ വിചാരിച്ചു. സോ യാ, ലെറ്റ്സ് ഗോ. സോ യാ, പുഷ് ഡേ ഒക്കെ കഴിഞ്ഞ് വർക്കിൻ്റെ ഒരു കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിശന്ന് പണ്ടാരടങ്ങി ഇരിക്കുക. ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. ബട്ട് നമുക്കെന്താ വേണ്ടേ? പ്രോട്ടീൻ. അപ്പോൾ ചിക്കനുണ്ട്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം കുക്കിംഗ് മോസ്റ്റ്ലി അപ്പനാണ്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ചിക്കനോ എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ അപ്പൻ അരിഞ്ഞ് പറഞ്ഞു വെക്കും. സോളയെല്ലാം സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെല്ലാം വെക്കും. ബട്ട് ബാക്കിയുള്ള കുക്ക് ചെയ്യുന്നത് ഞാനായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കുക്കിങ്ങിൻ്റെ ഷെയർ ചെയ്യുന്നത്. അപ്പൻ ഒത്തിരി നേരം നിന്ന് ഇങ്ങനെ ലൈക്ക് സോട്ടേ ചെയ്യാനാണെങ്കിലും ബാക്കിയുള്ള പരിപാടി ചെയ്യാനാണെങ്കിലും അപ്പന് മുട്ടിന് വേദന എടുക്കുന്ന കാരണം പിന്നെ ഞാനാണ് ചെയ്യുന്നത്. അരിയുന്നതൊക്കെ പിന്നെ ഇരുന്നിട്ടാണെങ്കിലും അപ്പന് ചെയ്യാമല്ലോ. സോ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ളവരാണെങ്കിലും എളുപ്പം വീഡിയോ കാണുന്നത് നമ്മുടെ സ്വന്തം അണ്ണൻ ഷാൻജിയുടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഷാൻജിയുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി പുള്ളിയുടെ റെസിപ്പി അല്ല, പക്ഷെ എന്നാലും ഏകദേശം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യമേ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇടാൻ പറഞ്ഞു 4 ടേബിൾ സ്പൂൺ. മതിയായിരിക്കും, കുറച്ചുകൂടെ ഇട്ടേക്കാം. കുറച്ചുകൂടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇച്ചിരൂടെ. അപ്പോൾ ഗൈസ്, ഇതാണ് എല്ലാം അരിഞ്ഞ് വെച്ചത്. കണ്ടോ, ചിക്കനൊക്കെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ പുള്ളി പറയുന്ന വീഡിയോയ്ക്ക് ചിക്കൻ മാരിനേറ്റഡ് അല്ല, പുള്ളി അല്ലാതെ പച്ചയ്ക്ക് ഇടുക. പക്ഷെ മാരിനേറ്റ് ചെയ്തിടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് വരും തോന്നുന്നു. അത് കാരണമാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ. ഇനി ബാക്കിയുള്ള ഇടാം. ഗൈസ്, കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബോഡി ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സ് വെച്ചിട്ട് സ്റ്റൗവിൻ്റെ അടുത്തിരിക്കുക. അതായിരിക്കും നല്ലത്. ആൻഡ് പുള്ളി പറഞ്ഞ പോലെ 10 സെക്കൻഡ്.
കുറച്ച് ചെറിയുള്ളി ഉണ്ട്, അത് ഇട്ടേക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ സോട്ടെ സോട്ടെ സോട്ടെ. ഇപ്പം സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും കാണിച്ചു തരാം. കണ്ടോ? ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാതെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ഇട്ട് തുടങ്ങാം. ഏകദേശം ആയിട്ടുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇനി ഫൈനൽ ടച്ചിന് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയില. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഒരു പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അപ്പനോടൊന്ന് പറഞ്ഞ് പൊറോട്ട മേടിപ്പിക്കേണ്ടായിരുന്നു. പക്ഷെ മിക്സ് ചെയ്തേക്കാം. And this looks and smells delicious. അപ്പോൾ ഇതാണ് കേരള സ്റ്റൈൽ, ഷാൻജിയോ സ്റ്റൈൽ ആൻഡ് കുറച്ചൊക്കെ എൻ്റെ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ്. അങ്ങനെയൊന്നുമില്ല, യൂണിവേഴ്സൽ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് എന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, പുഷ് ഡേ ആൻഡ് മൈ ചിക്കൻ റോസ്റ്റ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് കമൻറ്റ്, ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സോ ഓക്കെ, സീ യു ഗൈസ്, ബൈ ബൈ.